നമ്മുടെ മല്ലു ഫാമിലി എന്ന് പറയുന്ന ഒരു ചാനലുണ്ടല്ലോ, അതിലെ സുജീനും പൊന്നൂസും തമ്മിൽ വേർപിരിയാൻ തീരുമാനിച്ചു എന്നുള്ള വാർത്ത അവർ തന്നെ അവരുടെ സ്വന്തം സോഷ്യൽ മീഡിയ വഴി പോസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇതിനെതിരെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകളൊക്കെ ധാരാളം വരുന്നുണ്ട്. ഇതിൽ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നത്. നമ്മൾ വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അതിനെ ഉടയാതെ കൊണ്ടു നടക്കണം. അങ്ങനെ ഉടയാതെ കൊണ്ടു നടക്കാൻ രണ്ടുപേരും തമ്മിൽ പരസ്പരം ഒരു ധാരണയിൽ പോകുമ്പോഴാണ് അത് ഉടയാതെ പോവുള്ളൂ. ഇപ്പം പ്രശ്നങ്ങളുണ്ടാവും, സോൾവ് ചെയ്യും, വീണ്ടും വീണ്ടും ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും, സോൾവ് ചെയ്യും. ഇങ്ങനെ പ്രശ്നങ്ങൾ മാത്രം നിരന്തരം ഉണ്ടാകുമ്പോൾ ഈ ജീവിതത്തിൽ നിന്ന് നമുക്ക് മടുപ്പ് അനുഭവപ്പെടും. അപ്പോഴാണ് പിരിയാനായിട്ട് തീരുമാനിക്കുന്നത്. അല്ലാതെ ഒറ്റൊരു ഘട്ടത്തിൽ പിരിഞ്ഞേക്കാമെന്ന് ആരും തീരുമാനിക്കത്തില്ല. പക്ഷേ അതിനെ വീണ്ടും കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. പക്ഷേ സാധിക്കാത്തത് കൊണ്ടായിരിക്കുമല്ലോ അവർ പിരിയാൻ തീരുമാനിച്ചത്. അവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ഓരോ വീഡിയോസ് കണ്ടിട്ട് അതാണ് അവരുടെ ജീവിതം എന്ന് നമ്മളാണ് ശരിക്കും പറഞ്ഞാൽ തെറ്റിദ്ധരിച്ചത്. പക്ഷേ അങ്ങനെ ഒരു കാരണവശാലും വിചാരിക്കരുത്. കാരണം ഇപ്പം ഞാൻ നിങ്ങളോട് വന്ന് സംസാരിക്കുന്നു, ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ വേറൊന്നും ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യം എനിക്കില്ല. പക്ഷേ ഞാനുമായി ജീവിക്കുന്ന ആളുമായിട്ട് എനിക്ക് പല പൊരുത്തക്കേടുകളും ഉണ്ടാവും. അപ്പോൾ അതിനെ വീണ്ടും എന്താ പറയുക, സംസാരിച്ച് വീണ്ടും സെറ്റിൽ ചെയ്യും. അങ്ങനെ പരസ്പരം ഒരു മനസ്സിലാക്കലിലേക്ക് വന്നാൽ മാത്രമേ ഉള്ളൂ. പരസ്പരം മനസ്സിലാക്കലും ബഹുമാനവും ഉണ്ടാകുമ്പോഴേ ഉള്ളൂ ആ ബന്ധം നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷം ആ ബന്ധം അവസാനിക്കും. അപ്പോൾ അവരങ്ങനെയാണ് ഒരു തീരുമാനം എടുത്തിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും കമൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓരോ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ആ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് പുറമേക്ക് കാണുന്നതല്ല ജീവിതം. പുറമേക്ക് ഇപ്പം ഞാൻ പുറത്തു പോയി ഇടപെടുന്ന രീതിയിലായിരിക്കില്ല ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഇടപെടുന്നത്, അല്ലേ? കാരണം ഞാനുമായിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആളാണ്. നമ്മളിപ്പോൾ ഈ തലമുടിയുടെ ഒരു ഇഴ പോലും ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കുമ്പോൾ അതുപോലും വിഷയങ്ങളായി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ വിഷയങ്ങളെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നവരാണ് ഫാമിലി ലൈഫിൽ വിജയിക്കുന്നത്. എല്ലാവർക്കും അത് സാധിച്ചെന്ന് വരത്തില്ല. അപ്പോൾ സന്തോഷമായിട്ട് പിരിയാമെന്ന് മാത്രമേ അതിൻ്റെ അകത്ത് ഉള്ളൂ. പക്ഷേ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് കണ്ടിട്ട് അതാണ് യാഥാർത്ഥ്യം എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. ഒരു കാരണവശാലും അതല്ല. അത് അവരുടെ റിയൽ ലൈഫ് അല്ല. റിയൽ ലൈഫ് വേറെയാണ് എന്ന് നമ്മളത് ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കണം. കുടുംബജീവിതം ഏറ്റവും മനോഹരമായ ഒരു എന്താ പറയുക, ഒരനുഭവമാണ്. പക്ഷേ അതിനെ ഏറ്റവും നന്നായിട്ട് ഉടയാതെ സൂക്ഷിച്ചാൽ മാത്രം